ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നറിയാം. ചെറുതായിട്ടൊന്ന് നേരം വൈകിപ്പോയി, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞാനും അനിയത്തിമാരൊക്കെ വീട്ടിൽ നിന്ന് റെഡിയായിട്ട് ഇളമേരെ വീട്ടിലേക്ക് ഓട്ടോയിൽ പോയി. അമ്മയും അച്ഛനും കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പാട് പിന്നെ തലയിൽ അരിയിട്ട് അനുഗ്രഹിക്കുന്ന ചടങ്ങാണ്. ഇത് ഓരോ സ്ഥലങ്ങളിൽ ഞാൻ അധികം നമ്മളെ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുണ്ട്. തലേ ദിവസമാണ് എല്ലാവരും അനുഗ്രഹം വാങ്ങിക്കാറ്. പക്ഷെ നമ്മളെ ഇവിടെ കാസർഗോഡും അതുപോലെ തന്നെ കണ്ണൂരൊക്കെ അന്ന് കല്യാണത്തിൻ്റെ അന്നാണ് അനുഗ്രഹം വാങ്ങിക്കൽ. പിന്നെ നമ്മൾ നേരെ ബസ് കയറി ഓഡിറ്റോറിയത്തിലാണ് കല്യാണം ഉണ്ടായത്. പൊയിനാച്ചി രാജധാനി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ അവിടെ പോയി അതിൻ്റെ ഇടയിൽ ഞാനും മഞ്ജും ചെറുതായിട്ടൊന്ന് ഇറങ്ങേണ്ടി വന്നു. പൊയിനാച്ചി ടൗണിലൊന്ന് ഇറങ്ങിയിട്ട് ആമിമോളെ ചെരുപ്പ് കാണുന്നുണ്ടായിരുന്നില്ല, എവിടെയോ കൊണ്ട് കളഞ്ഞു. അതുകൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് രാവിലെ തന്നെയാണ്. കുറേ അങ്ങോട്ടേക്ക് എത്തിയാൽ കെട്ടിക്കൊടുത്ത മുടി പോലും പിള്ളേർക്ക് ഉണ്ടാവില്ല, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കീറിയിട്ടിട്ടുണ്ടാവും. അങ്ങനെ മഞ്ജു കയ്യോടെ എല്ലാവരും ഫോട്ടോ ഒന്നും എടുത്തു. പിന്നെ നമ്മൾ മണ്ഡപത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ പുറത്തുള്ള സീറ്റിൽ ഫസ്റ്റ് പോയിട്ട് കയറിയിരുന്നു കേട്ടോ. നല്ല വൃത്തിക്ക് കല്യാണം കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോയിട്ടിരുന്നത്. പിന്നെ മണവാട്ടി പെണ്ണ് വന്നു, പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. ഒരുക്കിയതും നല്ലൊരു കാണാൻ അടിപൊളിയായിരുന്നു. സാരി ആണെങ്കിലും മറ്റുള്ള ആക്സസറീസ് ആയിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എടുത്ത് പറയാനൊന്നും അറിയുന്നില്ല കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ ചെക്കൻ്റെ എൻട്രിയാണ്. ചെക്കൻ്റെ എൻട്രിക്ക് നമ്മൾ ഇന്നലെ ഇവർ കുറച്ച് ആൾക്കാർ, അതായത് ഞാനടക്കമുള്ള ആൾക്കാർ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കളിച്ചിട്ടാണ്. ഞാൻ മഞ്ജുവോട് പറഞ്ഞു, നീ പോയിട്ട് കളിച്ചോ, ഞാൻ ഇവിടെ ഇരുന്നോളാം, കുട്ടികളുടെ അടുത്ത് ഞാൻ ഇരുന്നോളാം. അങ്ങനെ മഞ്ജു പോയിട്ട് കളിച്ചു. അടിപൊളിയായിട്ട് തന്നെ അവർ കളിച്ചു. പ്രാക്ടീസിൻ്റെ കുറവുള്ളത് പോലൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ എൻട്രിയാണ്. അപ്പോൾ ചെക്കൻ്റെ കൈ പിടിച്ച് വരുന്നത് മണവാട്ടി പെണ്ണിൻ്റെ ഈച്ചയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ കല്യാണത്തിന് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് പല രീതിയിലുള്ള ഡ്രസ് കോഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൻ്റെ ചെക്കൻ്റെ ചങ്ങായിമാരെല്ലാം ഓരോ ഡിഫറെൻറ്റ് കോംബോ കളറാക്കിയിട്ടാണ് ഡ്രസ്സ് അടിച്ചിട്ടുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്ക് കുറേ പരാതിയുണ്ട്, അമ്മ എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ലല്ലോ. പിന്നെ അത് വള കാണിക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഒരുപാട് നേരം വൈകിനി ഭക്ഷണം കഴിക്കുമ്പോൾ. ഭക്ഷണം കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല തന്നെയായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ പ്രഥമനാണ് ഉണ്ടായത്, പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല കുശാലായിട്ട് ഫുഡ് കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെക്കൻ കൊടുത്ത സാരി ചേഞ്ച് ചെയ്യണം, അത് ചേഞ്ച് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പാലും പഴമൊക്കെ കൊടുക്കണം. പിന്നെ അന്ന് പരിപാടിയൊന്നും കാര്യമായിട്ടൊന്നുമില്ല, റിസപ്ഷനും കാര്യങ്ങളൊന്നുമില്ല, തലേദിവസം എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ ഈ ഒരു രംഗം നമുക്ക് നമ്മളെ കല്യാണത്തിന് നടന്നതായാലും അത് ഓർമ്മ വരാറുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്നും ശരിക്കും പറഞ്ഞാൽ പാലോ പഴമോ അങ്ങനെ തിറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒപ്പിക്കൽ, കാട്ടിക്കൂട്ടി ഒപ്പിക്കൽ, അത്രയേ ഇല്ലൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ആചാരങ്ങൾ നിങ്ങളങ്ങോട്ട് എങ്ങനെയാണ്, വ്യത്യസ്തമായ എന്തെങ്കിലും ആചാരങ്ങൾ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുമോ. കല്യാണം